ഹലോ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് ആൾക്കാരുണ്ട്, ഞാൻ എപ്പോഴും പറയും പോലെ തന്നെ ഖുർആൻ ഓതാൻ അറിയാത്തവരായിട്ട്. ചിലപ്പോൾ അവർക്ക് പുറത്ത് പറയാൻ മടിയായതുകൊണ്ടായിരിക്കും നമ്മളൊന്നും അറിയാതിരിക്കുന്നത്. എന്നാലും നമ്മളുടെ കുടുംബത്തിലായാലും ഒരുപാട് ആൾക്കാരുണ്ട്, ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിലായാലും ഒരുപാട് ആൾക്കാരുണ്ടാകും. സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അതൊരിക്കലും ഒരു തെറ്റൊന്നുമല്ല, നമ്മുടെ സാഹചര്യം കൊണ്ടായിരിക്കുമല്ലോ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തത്. പക്ഷേ ഈ വീഡിയോ കാണുന്ന ഖുർആൻ ഓതാൻ അറിയാത്തവർക്കൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോൻ്റെ തംബ്നെയിൽ ഇട്ടപ്പോൾ തന്നെ നിങ്ങൾ ഓടിച്ചാടി ഈ ഒരു വീഡിയോ കാണാൻ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾക്ക് ഖുർആൻ ഓതാൻ ആഗ്രഹമുണ്ട് എന്നർത്ഥം. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് എന്തായാലും ഖുർആൻ ഓതാൻ അറിയാത്തവരെ നന്നായിട്ട് ഖുർആൻ ഓതാൻ പഠിപ്പിച്ചെടുക്കാം. ഇൻഷാ അല്ലാഹ് ഖുർആൻ ഓതാൻ അറിയാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ പഠിപ്പിച്ച് തരുന്നതാണ് കേട്ടോ. അതും 20 ദിവസം കൊണ്ടാണ് നമ്മൾ നിങ്ങളെ പഠിപ്പിച്ച് തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. 20 ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടാക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്നും അറിയില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് 20 ദിവസം കൊണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിപ്പോൾ നിങ്ങൾ എത്ര ചെറിയ ആളാണെങ്കിലും വലിയ ആളാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് 20 ദിവസം കൊണ്ട് തന്നെ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ നിങ്ങൾക്ക് സമയത്തിൻ്റെ ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ സമയത്തിൻ്റെ ഇഷ്യൂ അതൊക്കെ മാറാൻ എന്താ വെച്ചാൽ, നിങ്ങൾക്ക് എപ്പോഴാണോ ഫ്രീ ആകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് കാണാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിപാടികളുണ്ട് എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്കിപ്പോൾ അയ്യോ ഈ ടൈമിൽ കാണണമല്ലോ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് എപ്പോഴാണോ ഒരു ദിവസം ഫ്രീ ആകുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് 2 തരത്തിലുള്ള ക്ലാസ്സുകളുണ്ട്. ബാച്ചായിട്ടുള്ള ക്ലാസ്സുകളുമുണ്ട്, പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളുമുണ്ട്. ബാച്ചായിട്ടാകുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടാകും, നമുക്ക് ഒരുമിച്ചിരുന്ന് തന്നെ പഠിക്കാൻ പറ്റും. പിന്നെ പേഴ്സണലൈസ്ഡ് ആകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ നമ്പറിലേക്ക് നമ്മൾ ക്ലാസ് സെൻഡ് ചെയ്ത് തരികയായിരിക്കും. അപ്പോൾ പിന്നെ കുറച്ച് ഡൗട്ട് ചോദിക്കാനും അങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടി ഇതുണ്ടാകും. അതിൻ്റെ ഫീസുകളും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് ബാച്ചായിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ് വേണ്ടതെന്നുണ്ടെങ്കിൽ 800 രൂപയാണ് ഫീസ് വരുന്നത്. ഇനി പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 1000 രൂപയാണ് ഫീസ് വരുന്നത്. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ക്യാഷ് ഒരിക്കലും വെറുതെ ആവില്ല കേട്ടോ. പൈസ ഒരിക്കലും വെറുതെ ആവില്ല. കാരണം 20 ദിവസം കൊണ്ട് നമ്മൾ പഠിപ്പിച്ച് തന്നിരിക്കും. നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിപ്പിച്ച് തന്നിരിക്കും 20 ദിവസം കൊണ്ട് തന്നെ. 20 ദിവസത്തിന് മൊത്തമായിട്ടാണ് കേട്ടോ 1000 രൂപ വരുന്നത്. ഇനി നിങ്ങൾക്ക് താല്പര്യമുള്ളവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോൻ്റെ താഴെ മോർ എന്നുള്ള ഓപ്ഷനിലുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അതായത് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കിടക്കും. അറിയാത്ത ആൾക്കാരുണ്ടാകും, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്കാണ്. ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ അംഗമാവും. അപ്പം ഞാൻ നിങ്ങൾക്ക് വിളിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് പേയ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇൻഷാ അല്ലാഹ്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യുക. കാരണം നല്ലൊരു അവസരമാണ്, അള്ളാഹു തന്ന അവസരമാണ്, അത് പാഴാക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക. നമുക്ക് പറഞ്ഞല്ലോ എന്തായാലും നമ്മൾ പഠിപ്പിച്ചു തരും, ഉറപ്പാണ്. പിന്നെ ഇത് ലൈവായിട്ടുള്ള സെക്ഷൻസ് അല്ല കേട്ടോ, റെക്കോർഡഡ് സെക്ഷൻസ് ആണ്. ആദ്യം ഞാൻ പറയുകയാണ്, ലൈവ് അല്ല കേട്ടോ ക്ലാസ്സുകളൊക്കെ. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യുക. പിന്നെ വിളിച്ച് കഴിഞ്ഞാൽ കോൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രദ്ധിക്കുക കേട്ടോ ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.